ഡോക്ടർ എന്താണ് ഈ ബ്ലഡ് ആസിഡിറ്റി എന്ന് പറയുന്നത്? അതായത് ബ്ലഡിന് ഒരു ആൽക്കലൈൻ കണ്ടന്റ് ഉണ്ട്. അത് 7 സംതിങ് ആണ് അതിൻ്റെ ആൽക്കലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽക്കലൈൻ്റെ അളവിൽ വ്യത്യാസം സ്വാഭാവികമായിട്ട് വരാറുണ്ട്. ഇത് ബ്ലഡിൻ്റെ ആൽക്കലൈന് വ്യത്യാസം വരുന്നത് ശരിക്ക് അസിഡിറ്റിക്ക് കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഈ 7 സംതിങ് എന്ന് പറയുന്നത് അല്പം കൂടിയാലും അതോടൊപ്പം തന്നെ കുറഞ്ഞാലും ബോഡിക്ക് അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഒരേ മെത്തേഡ് ആയിരിക്കുമോ? കാരണം ഈ റീനലിൻ്റെതും ഈ നമ്മുടെ ഹൈ പ്രഷറും എല്ലാം ഒരേ ഇതിന് മെത്തേഡ് വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ടെൻഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടെൻഷൻ പരിഹരിച്ചാൽ മാത്രമേ അയാളുടെ BP കുറയുള്ളൂ. അതിന് നമ്മൾ മരുന്ന് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടോ അയാൾക്ക് മാറില്ല. കുടുംബ പ്രശ്നമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടുംബ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു ലവ് അഫെയർ, അത് സ്വാഭാവികമായിട്ട് BPക്ക്, അത് ആണിനും പെണ്ണിനും ഒക്കെ BPക്ക് കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ, അവരുടെ BP പരിഹരിക്കാൻ പറ്റുള്ളൂ. അതിന് പകരം നമ്മൾ മരുന്നെടുത്ത് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെയും അവർ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഈ ടെൻഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടെൻഷൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും പരമാവധി അയാളെ പരിഹരിക്കുകയും ചെയ്യുക, ആ വിഷയങ്ങൾ പരിഹരിക്കുക.